ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. വെള്ളത്തിനും വയലുകൾക്കും വള്ളങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു നാട്, കുട്ടനാട്. പച്ചപ്പും കാറ്റിൻ്റെ തണുപ്പും കായലിൻ്റെ ശാന്തതയും ഒരുമിച്ച് അനുഭവിക്കാനാണ് ഇന്നത്തെ ഈ യാത്ര. കായൽ യാത്രയുടെ തുടക്കം ഇതാണ് കേട്ടോ. നമ്മളിതാ ബോട്ടിൻ്റെ അടുത്തെത്തി. ഇത് കേരള സർക്കാരിൻ്റെ വെഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ് കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അടുത്ത ഓരോ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പലതരം ബോട്ടുകളുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. കണ്ടോ, ഓരോന്ന് ഓരോ ടൈപ്പാണ്. ഓരോന്നിനും ഓരോ പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ബോട്ട് ഇതാ മെല്ലെ നീങ്ങാൻ തുടങ്ങി. ഇതുപോലത്തെ തോണികളും ഇതൊക്കെ നമ്മൾ ഷോക്കേസിൽ വെക്കാൻ വാങ്ങാറില്ലേ. പിന്നെ ഇവിടുത്തെ ജീവിതം പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. കായൽക്കരയിലെ ചെറിയ വീടുകൾ, വീട്ടിന് മുന്നിൽ ചെറിയ വള്ളങ്ങൾ കെട്ടി നിർത്തിയിരിക്കുന്നു. ഇവർക്ക് വെള്ളപ്പാതകളാണ് പ്രധാനം. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ വള്ളത്തിലാണ്. നമ്മളിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതി. ഇവിടെ കാണുന്ന ഈ കായൽ, ഇത് വെറും ഒരു വെള്ളമല്ല കേട്ടോ, ഇത് ഇവരുടെ ജീവിതമാണ്. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കടൽ നിരപ്പിന്ന് താഴെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അതായത് കടൽ മുകളിലും അവർ കൃഷി ചെയ്യുന്ന ഭൂമി താഴെയും. കിഴക്കിൻ്റെ വെന്നീസ് എന്നൊക്കെ വെറുതെ അല്ല കേട്ടോ ആലപ്പുഴ പറയണത്. നല്ല അടിപൊളി വ്യൂ ആണ്. ദേ കായലിൻ്റെ രണ്ട് സൈഡും ഇപ്പുറത്താണോ അപ്പുറത്താണോ നോക്കണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അങ്ങനെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേ ബോട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാവരും കൂടി മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ വെച്ച് ഡാൻസും, ഒരാൾ മാറി നിന്നുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെല്ലെ ബോട്ട് ഇങ്ങനെ നീങ്ങി ഞങ്ങൾ പാതിരാമണലിലെത്തി. പാതിരാമണൽ എന്ന് പറഞ്ഞ ഒരു ദ്വീപാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ ദേ നല്ല ചുറ്റും പച്ചപ്പും, പിന്നെ ഈ പച്ചപ്പിൽ പൊങ്ങിക്കിടക്കണ ഒരു വഞ്ചിയും, അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു രസമുള്ള ദ്വീപ്. പിന്നെ ദേ ഇവരൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഉടുമ്പ്, കൊറ്റി, പിന്നെ കുറേ ദേശാടന കിളികൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ വെള്ളം കയറി അവർക്ക് വാസയോഗ്യമല്ലാതെയായി തീർന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വിസിറ്റിംഗ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു കായൽ, ആ കായലിൻ്റെ നടുക്കൊരു ദ്വീപ്, ആ ദ്വീപിൻ്റെ ഉള്ളിൽ വലിയൊരു കാട്, ആ കാട്ടിലാണെങ്കിലോ കുഞ്ഞു കുഞ്ഞു ജീവികളും നിറച്ച് പക്ഷികളും, അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു ദ്വീപ്. ഇതാണ് കേട്ടോ പാതിരാമണൽ. ഇവിടെ ഒരു ഏറുമാടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു വിധമൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ കുറച്ചിങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ നല്ല പ്രകൃതിയോടെ ഇണങ്ങിയിട്ടുള്ള അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഫോട്ടോഗ്രാഫേഴ്സിന്, അതുപോലെ പക്ഷി നിരീക്ഷണം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശ്രമം, ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതും കണ്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ, മൊത്തത്തിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ആള് സ്വിറ്റ്സർലാൻഡിലുള്ള ആളുടെ ഫാമിലിയൊക്കെ കാണിച്ചു തരിക കേട്ടോ. 4 പേരക്കുട്ടികളുണ്ട്. അതുപോലെ ആളുടെ അവിടുത്തെ വിശേഷമൊക്കെ പറയാണ്. നമ്മൾ മലയാളീസിനെയൊക്കെ വളരെ ഇഷ്ടമാണ്. എല്ലാ വർഷവും ഒരു മാസം കേരളത്തിൽ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഫുഡിൻ്റെ ടൈമായി. നല്ല കരിമീനൊക്കെ കൂട്ടിയിട്ട് നല്ല ഒരു ഊണ് കഴിക്കേണ്ട ടൈമിൽ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ.
നല്ല ഫുഡായിരുന്നു. കായലിൻ്റെ നല്ല ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈഡിലിരുന്ന് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും നമ്മൾ കായലിൻ്റെ കാഴ്ചകളിലേക്ക് ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പരന്ന് കിടക്കണ കായലാട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും ഒന്നുമില്ല. പക്ഷേ എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളാണ്. ഒരുപോലെയുള്ള കുറേ എണ്ണം കാണാം. നിറച്ചിങ്ങനെ അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ആലപ്പുഴയുടെ പഴമയും എല്ലാം നിറഞ്ഞ് അടിപൊളിയാക്കിയിട്ടുള്ള ഒരുപോലത്തെ റിസോർട്ടുകൾ കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. ഇനി നമ്മൾ കാണുന്ന ഇവിടുത്തെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു തടാകം ഉണ്ട് കേട്ടോ. ഇവിടെ 2 രീതിയിൽ നമുക്ക് എത്താം. റോഡ് മാർഗം എത്താം, വെള്ളത്തിലൂടെ എത്താം. പിന്നെ റോഡ് മാർഗം എന്ന് പറയുമ്പോൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളം ഈ 3 ജില്ലകളിൽ നിന്നും എത്താൻ പറ്റും കേട്ടോ. ഈ 3ഉം കൂടിയ ഒരു സ്ഥലമാണിത്. എവിടെ നിന്ന് വേണമെങ്കിലും കരമാർഗമോ ജലമാർഗമോ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മൾ കുറച്ച് നേരം അപ്പുറത്തെ സൈഡും പോയി കണ്ടു കേട്ടോ. ഇവിടെ ഇങ്ങനെ റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിരുന്നാലും അപ്പുറത്തെ കായലിൻ്റെ ഭംഗിയും കൂടി നമ്മളൊന്ന് ആസ്വദിക്കണമല്ലോ. അപ്പോൾ കുറേ നേരം അപ്പുറത്തെ സൈഡും പോയിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. നിറച്ച് പക്ഷികൾ, കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ തിരിച്ചു തന്നെ വന്നു കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. 3 കായലും കൂടി ഒന്നിക്കണ ഒരു സ്ഥലം കൂടിയുണ്ട്. കോട്ടയം എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശമാണല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ഭാഗമാണ് കുട്ടനാട്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകം, അതുപോലെ ആലപ്പുഴ ഈ 2 കായലുകളും കൂടി ചേർന്ന് വേമ്പനാട്ട് കായലിൽ ഒന്നിക്കണ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി ചേർന്ന് ഒരു കായൽ എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. വേമ്പനാട്ട് കായലും ആലപ്പുഴ കായലും കുമരകം കായലും അങ്ങനെ എല്ലാം നമുക്കിവിടെ ഒന്നിച്ച് കാണാം കേട്ടോ. കായലിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കായലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയിൽ പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ആലപ്പുഴയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് അധികം അറിയാനുണ്ട്.